ഭാഗ്യാന്വേഷണ മേഖല മുഴുലോകവും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭാഗ്യം എന്താണെന്ന ചോദ്യത്തിന് പല ഉത്തരവും ഉണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ ഭാഗ്യത്തിന് നൽകുന്ന ഡെഫിനിഷൻ ഇതൊന്നുമല്ല. പലതുണ്ടെങ്കിലും ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഈ പ്രവചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് അനുസരിച്ച് നടക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 55-ൽ എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ എന്നാണ്. അപ്പോൾ ഭാഗ്യവും നന്മയും ദൈവവചനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ പറയുന്ന കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും, ഇതിൽ കേൾപ്പിക്കുന്നവനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭാഗ്യവാനാണ്. ദൈവവചനം മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ തന്നെയാണ്. അവന് നന്മയുണ്ട്. നമ്മുടെ സഭകളിലൊക്കെ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ശുശ്രൂഷ നടത്തുന്ന സഹോദരന്മാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് യുവതിയുവാക്കൾ, ചെറുപ്പക്കാർ, സഹോദരി സഹോദരന്മാരൊക്കെ വാക്യങ്ങൾ മറ്റുള്ളവർ കേൾക്കത്തക്ക വായിക്കാറുണ്ടല്ലോ. അവരെ പ്രോത്സാഹിപ്പിക്കണം. കാരണം അത് അവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. ഇത് ഭാഗ്യം വരുന്നൊരു വഴിയാണ്. അവർക്ക് നന്മയുണ്ടാകും. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, മരണവീട്ടിൽ, സെമിത്തേരിയിൽ, വിവാഹ വീട്ടിൽ, അതുപോലെ തന്നെ കൺവെൻഷനുകളിൽ, പരസ്യയോഗങ്ങളിൽ, സഭയിൽ ദൈവവചനം ശുശ്രൂഷിക്കപ്പെടുമ്പോൾ എവിടെയായാലും ദൈവവചനം വായിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ അവസരം ലഭിച്ചാൽ സമ്മാനം കിട്ടിയ സന്തോഷത്തോടെ, ഉത്സാഹത്തിന് ഇളവ് കൊടുക്കാതെ അത് ചെയ്തേക്കണം. കാരണം ഇത് നന്മ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ എസ്രാ ശാസ്ത്രിയോട് ജനം ആവശ്യപ്പെടുകയാണ് ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്ന് വായിക്കാൻ. അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടെ എസ്രാ പുരോഹിതൻ അത് എങ്ങനെയാണ് വായിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള സകലരും കേൾക്കെ രാവിലെ മുതൽ ഉച്ചവരെ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു എന്നാണ്. സകലരും കേൾക്കെ വായിച്ചു. പിന്നീട് നാം തുടരുന്നത് അത് തെളിവായി വായിച്ചു കേൾപ്പിച്ചു എന്നാണ്. വ്യക്തതയോടെ, സ്ഫുടതയോടെ ദൈവവചനം വായിച്ച് കേൾപ്പിക്കുന്നവർ എത്ര അനുഗ്രഹീതരാണ്. നമ്മുടെ കർത്താവ് തന്നെ സിനഗോഗുകളിൽ ചെന്ന് ദൈവവചനം മറ്റുള്ളവർ കേൾക്കെ വായിക്കുന്നത് പതിവായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവവചനം അതിൻ്റെതായ ആവശ്യത്തിനുള്ള ശബ്ദത്തിൽ തെളിവായി വായിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. ഭാഗ്യം വരുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണിത്. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൽ യെരൂശലേമേ എഴുന്നേൽക്ക, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക എന്ന് പറയുന്നുണ്ട്. ലൂസ് യുവർ സെൽഫ് ഫ്രം ദ ബോൺസ് ഓഫ് യുവർ നെക്ക് എന്നാണ്. നിന്റെ കഴുത്തിലെ ബന്ധനം, ഈ തൊണ്ടയാണല്ലോ അത്. തൊണ്ടയ്ക്ക് ബന്ധനം പാടില്ല. ആ ബന്ധനത്തിനെ അഴിച്ചു കളയണം. ബലത്തോടെ വേണം യഹോവയെ സ്തുതിക്കാൻ. ബലം എനിക്കുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ദാവീദ് അത് കേട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉച്ചനാദമുള്ള കൈത്താളം വേണം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് വായിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഉച്ചത്തിൽ വ്യക്തതയോടെ തെളിവായി ദൈവവചനം മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഒന്നും പാഴാക്കാതെ സന്തോഷത്തോടെ അത് ചെയ്യുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.